ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളത് അബ്കാരി ആക്ടിൻ്റെ റിവിഷനാണ് നടത്താൻ പോകുന്നത്. റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതേപോലെ തന്നെ മെയിൻലി ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മാക്സിമം ഇതിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുള്ളൂ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് എന്ന് പറയുമ്പോൾ ചോദ്യവും ഉത്തരവുമാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന് നടപടിയെടുക്കുവാൻ ഒരു മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 50 നമ്മുടെ അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാനുള്ള ഒരു മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ടാ? അതാണ് സെക്ഷൻ 50. കുറേ ഉണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് സ്പീഡിൽ പോവാം. അടുത്ത ചോദ്യം, റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 50A ആണ്. ഇപ്പോൾ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണടാ? അതാണ് സെക്ഷൻ 50A എന്ന് പറയുന്നത്. 50 ക്ലോസ് എ ആണ്, പക്ഷെ നമ്മൾ എന്ത് പറയാം, 50A എന്ന് പറയാം. അടുത്ത്, മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 51 ആണ്. അപ്പോൾ നമ്മുടെ മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ സാക്ഷികളെ ഹാജരാക്കുവാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? അതാണ് നമ്മുടെ സെക്ഷൻ 51. അപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധി ഏതാണ്? സെക്ഷൻ 51. അടുത്ത ചോദ്യം, പ്രസ്തുത കേസ് പരിഗണിക്കാൻ അധികാരപരിധിയുള്ള ഒരു മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ ഒരു വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ കഴിയില്ല എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് നമ്മുടെ സെക്ഷൻ 52 ആണ്. പ്രസ്തുത കേസ് പരിഗണിക്കാൻ അധികാരപരിധിയുള്ള ഒരു മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ ഒരു വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ സാധിക്കില്ല എന്ന് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? അതാണ് നമ്മുടെ സെക്ഷൻ 52. ഇതെല്ലാം നമുക്കിങ്ങനെ പഠിച്ചു പോയിട്ട് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. എല്ലാം കൂടെ മനസ്സിലായല്ലോ. ഇത് പല സോഴ്സിൽ നിന്ന് കിട്ടിയ ചോദ്യങ്ങളെല്ലാം കൂടെ ഒറ്റയടിക്ക് നമ്മൾ ഈ ഒരു പെർസെൻറ്റേഷനിലാക്കിയാണ്. അതേപോലെ തന്നെ ഭയങ്കര പാട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല, നമുക്ക് പഠിക്കണം. അതുകൊണ്ട് നമ്മൾ പല രീതിയിലും നമുക്ക് ചെയ്യാം. ഓക്കെ. അടുത്ത്, പിടിച്ചെടുത്ത വസ്തുക്കളിൽ മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 53B ആണ്. അപ്പോൾ പിടിച്ചെടുത്ത വസ്തുക്കളിൽ മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ടാ? അതാണ് സെക്ഷൻ 53B. അപ്പോൾ പിടിച്ചെടുത്ത വസ്തുക്കളിൽ മേലുള്ള കോടതിയുടെ അധികാര പരിധി 53B ആണ്. അടുത്ത ചോദ്യം, മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിൻ്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. ഏതാണ്? സെക്ഷൻ 6 ആണ്. എല്ലാവർക്കും ആ ഒരു ക്ലാസ് കണ്ടവർക്ക് ഓർമ്മ കാണും. അപ്പോൾ സർക്കാരിൻ്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? അതാണ് നമ്മുടെ സെക്ഷൻ 6. സെക്ഷൻ 6, ഇറക്കുമതി ചെയ്യരുത്, സെക്ഷൻ 6. അടുത്ത ചോദ്യം, മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിൻ്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യരുത് എന്ന് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് നമ്മുടെ സെക്ഷൻ 7 ആണ്. അപ്പോൾ മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിൻ്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യരുത്. ഏതാണ്? കയറ്റുമതി ഏതാണ്? 7. കയറ്റുമതി 7. അടുത്ത ചോദ്യം, ചാരായത്തിൻ്റെ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 8 ആണ്. അപ്പോൾ നമ്മുടെ ചാരായത്തിൻ്റെ നിർമ്മാണം, അതിൻ്റെ കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, വിൽപ്പന ഇവയുടെ എല്ലാം നിരോധനത്തെക്കുറിച്ച് പറയുന്ന നമ്മുടെ അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ടാ?
അതാണ് സെക്ഷൻ 8. അപ്പോൾ ചാരായത്തിൻ്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, വിൽപ്പന, ഇതിൻ്റെ എല്ലാം നിരോധനത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? നമ്മുടെ സെക്ഷൻ 8 അടുത്ത്, ഒരു വ്യക്തിക്കും ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ വിതരണം ചെയ്യാനോ സംഭരിക്കാനോ കുപ്പിയിലാക്കി വിൽക്കാനോ പെർമിറ്റില്ലാതെ കടത്താനോ ഉള്ള അനുമതി ഇല്ല എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? നമ്മുടെ സെക്ഷൻ 8ൽ 1. 8 ക്ലോസ് 1, 8.1 നമ്മൾ പറയും. അപ്പോൾ ഒരു വ്യക്തിക്കും ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ വിതരണം ചെയ്യാനോ സംഭരിക്കാനോ കുപ്പിയിലാക്കി വിൽക്കുവാനോ പെർമിറ്റില്ലാതെ കടത്തുവാനോ ഉള്ള അനുമതി ഇല്ല എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? 8.1. അടുത്ത്, മദ്യം കടത്തുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 9. അപ്പോൾ മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? നമ്മുടെ സെക്ഷൻ 9. മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്ട? സെക്ഷൻ 9. മദ്യം കടത്തുന്നത് സെക്ഷൻ 9. മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 9. ഇങ്ങനെയൊക്കെ നമുക്ക് 9 എഴുതി പഠിക്കാം. അപ്പോൾ മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 9. അടുത്ത്, മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി വസ്തുക്കളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാണെന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? നമ്മുടെ സെക്ഷൻ 10. അപ്പോൾ മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി വസ്തുക്കളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? നമ്മുടെ സെക്ഷൻ 10. സെക്ഷൻ 10. അപ്പോൾ മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ ഏതൊക്കെ സന്ദർഭങ്ങളിൽ കടത്തൽ അനുവദനീയമാണ് എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ട? അതാണ് നമ്മുടെ സെക്ഷൻ 10. ഏതാണ്? സെക്ഷൻ 10. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ സെക്ഷൻ 10 എന്ന് പറയുന്നത്. അടുത്ത്, മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിനാവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. ഞാൻ അബ്കാരി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അബ്കാരി നിയമത്തിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോർമലി പറഞ്ഞങ്ങ് പോകാം. അപ്പോൾ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിനാവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 11. ഹൈലൈറ്റർ വലിയ രസമില്ല, അപ്പോൾ നമുക്ക് ഹൈലൈറ്റർ അങ്ങ് മാറ്റാം. നമുക്ക് ലേസർ പോയിൻ്റ് എടുക്കാം. ഇത് കൊള്ളാം. ഇതിൻ്റെ കളർ ഒന്ന് റെഡാക്കാം. അത് രസമില്ലല്ലോ അല്ലേ? ലേസർ പോയിൻ്റ് എടുത്തിട്ട് നമുക്കതിനെ റെഡാക്കാം. ഓക്കെ, അത് പോട്ടെ. ഇതാണ് നമ്മുടെ ലേസർ പോയിൻ്റ്. ഓക്കെ, മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് നമ്മുടെ സെക്ഷൻ 11. അപ്പോൾ മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? നമ്മുടെ സെക്ഷൻ 11. മനസ്സിലായല്ലോ? മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 11. അടുത്ത ചോദ്യം, കള്ളൊഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 15. അപ്പോൾ കള്ളൊഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 15. കള്ളൊഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 15. അടുത്ത, എത്ര വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ് മദ്യം ഉപയോഗിക്കുവാൻ പാടില്ലാത്തത്? നമ്മൾ ചാടിക്കയറി 18 എന്ന് എഴുതും. എത്രയാണ്? 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ് മദ്യം ഉപയോഗിക്കുവാൻ പാടില്ലാത്തത്. അപ്പോൾ എത്ര വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ് മദ്യം ഉപയോഗിക്കുവാൻ പാടില്ലാത്തത്? 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ്. അടുത്ത്, ഇപ്പോൾ 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. തൊട്ട് മുമ്പത്തെ 23 പറഞ്ഞപ്പോൾ കുറച്ച് പേരെങ്കിലും കാണുന്നവർ ഓർത്ത് കാണും ആ വകുപ്പ് ഏതായിരിക്കുമെന്ന്. തൊട്ട് അടുത്ത സ്ലൈഡിൽ തന്നെ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? 15A ആണ്. അപ്പോൾ 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? 15A ആണ്. അടുത്ത്, എത്ര വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ് മദ്യം വിൽക്കാൻ പാടില്ലാത്തത്?
അതും എത്രയാണ്? 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ് മദ്യം വിൽക്കാൻ പാടില്ലാത്തത്. അപ്പോൾ 23 വയസ്സിന് താഴെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? മദ്യം വിൽക്കാൻ പാടില്ല. അപ്പോൾ അടുത്ത ചോദ്യം എന്തായിരിക്കും? 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ 15B ആണ്. ഇപ്പോൾ 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ടാ? അതാണ് 15B. ഏതാണ്? 15B. അടുത്ത ചോദ്യം, കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 21 ആണ്. അപ്പോൾ കള്ളു ചെത്തുന്നവർക്ക് ലൈസൻസ് നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 21 ആണ്. അപ്പോൾ കള്ളു ചെത്തുന്നവർക്ക് ലൈസൻസ് നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 21. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1984 ഫെബ്രുവരി 23-നാണ്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ സ്ഥാപിതമായതെന്നാണ് 1984 ഫെബ്രുവരി 23-നാണ്. അബ്കാരി നിയമത്തിൽ ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 6A ആണ്. 6A എന്ന് നമുക്ക് പറയാം, പക്ഷേ നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 6 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അബ്കാരി നിയമത്തിൽ ചാരായത്തിന് നിർവചനം 3 ക്ലോസ് 6A. അബ്കാരി നിയമത്തിൽ ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? 3 ക്ലോസ് 6A ആണ്. അബ്കാരി നിയമത്തിൽ കള്ളിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് 3 കള്ള്. 3 കള്ള്. അബ്കാരി നിയമത്തിൽ കള്ളിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്ടാ? സെക്ഷൻ 3 കള്ള്. അബ്കാരി നിയമത്തിൽ സ്പിരിറ്റിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് 39 സ്പിരിറ്റ്. അബ്കാരി നിയമത്തിൽ സ്പിരിറ്റിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? 39 സ്പിരിറ്റ്. അബ്കാരി നിയമത്തിൽ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് 310 മദ്യം. അബ്കാരി നിയമത്തിൽ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? 310 മദ്യം. അബ്കാരി നിയമത്തിൽ ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് 311 ബിയർ. അബ്കാരി നിയമത്തിൽ ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? 311. അബ്കാരി നിയമത്തിൽ നാടൻ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് 312. നാടൻ മദ്യം 312. അബ്കാരി നിയമത്തിൽ നാടൻ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? 312 ആണ്. അബ്കാരി നിയമത്തിൽ വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് 313. വിദേശ മദ്യം 313. അബ്കാരി നിയമത്തിൽ വിദേശ മദ്യം 313. അബ്കാരി നിയമത്തിൽ വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 313 ആണ്. അടുത്ത്, അബ്കാരി നിയമത്തിൽ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് വിദേശ നിർമ്മിത വിദേശ മദ്യം ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ. മനസ്സിലായല്ലോ? വിദേശ നിർമ്മിത വിദേശ മദ്യം എന്ന് പറയുമ്പോൾ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 313A ആണ്. 313A ആണ്. അപ്പോൾ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് 313A. 313A. വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് 313A. അടുത്ത ചോദ്യം, അബ്കാരി നിയമത്തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് 313B. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം 313B. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ 313B. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം 313B. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം 313B. വിദേശ നിർമ്മിത വിദേശ മദ്യം 313A. വിദേശ നിർമ്മിത വിദേശ മദ്യം 313A. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം 313B. ഇതേപോലെ ചെറിയ പാട്ടാക്കിയൊക്കെ നമുക്ക് പഠിക്കാം. അടുത്ത്, അബ്കാരി നിയമത്തിൽ ബോണ്ടഡ് വെയർ ഹൗസിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ 3(2)B. നമ്മുടെ ബോണ്ടഡ് വെയർ ഹൗസിനെ കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് 3 ക്ലോസ് 2B. അബ്കാരി നിയമത്തിൽ ബോണ്ടഡ് വെയർ ഹൗസിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3(2)B. അബ്കാരി നിയമത്തിൽ ബോണ്ടഡ് വെയർ ഹൗസിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണടാ? 3 ക്ലോസ് 2B. അടുത്ത ചോദ്യം,
അബ്കാരി നിയമത്തിൽ അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞാണ്. അടുത്ത് അബ്കാരി നിയമത്തിൽ കലർത്തലിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 3 ക്ലോസ് 5 ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ കലർത്തലിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 5 ആണ്. 3 ക്ലോസ് 5 ആണ്. അബ്കാരി നിയമത്തിൽ കലർത്തലിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 3 ക്ലോസ് 5 ആണ്. അബ്കാരി നിയമത്തിൽ അബ്കാരി ഇൻസ്പെക്ടറെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 6 ആണ്. 3 ക്ലോസ് 6 ആണ്. ഇത് കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക. കാരണം അബ്കാരി ഇൻസ്പെക്ടറിനെ കുറിച്ച് 3 ക്ലോസ് 4 ഉണ്ട്, 3 ക്ലോസ് അങ്ങനെ കുറച്ച് 2-3 സെക്ഷൻസ് ഉണ്ട് അബ്കാരി ഇൻസ്പെക്ടറുടെ. അത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക, കറക്റ്റായിട്ട് നോക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് അബ്കാരി നിയമത്തിൽ അബ്കാരി ഇൻസ്പെക്ടറിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് 3 ക്ലോസ് 6 എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന പോക്കിൽ നമുക്ക് വേറെ കുറേ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവണം. അപ്പോൾ അബ്കാരി നിയമത്തിൽ അബ്കാരി ഇൻസ്പെക്ടറെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് 3 ക്ലോസ് 6. അബ്കാരി നിയമത്തിൽ തടവ് ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 3 ക്ലോസ് 7 ആണ്. 3 ക്ലോസ് 7 ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ തടവ് ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 7 ആണ്. 3 ക്ലോസ് 7 തടവ് ശിക്ഷ. അബ്കാരി നിയമത്തിൽ ലഹരി മരുന്നിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 314. അപ്പോൾ അബ്കാരി നിയമത്തിൽ ലഹരി മരുന്നിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? 314 ആണ്. അബ്കാരി നിയമത്തിൽ ലഹരി മരുന്നിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? 314 ആണ്. അബ്കാരി നിയമത്തിൽ വിൽപ്പനയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്ടാ? സെക്ഷൻ 315 ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ വിൽപ്പനയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് 315. അപ്പോൾ അബ്കാരി നിയമത്തിൽ വിൽപ്പനയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് ഏതാണ്? 315 എന്ന് പറയുന്നത്. വിൽപ്പന 315. വിൽപ്പന 315. അടുത്ത് അബ്കാരി നിയമത്തിലെ ഇറക്കുമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ 316 ആണ്. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമത്തിൽ ഇറക്കുമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 316 ആണ്. അബ്കാരി നിയമത്തിൽ ഇറക്കുമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 316. അബ്കാരി നിയമത്തിൽ കയറ്റുമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 317. അബ്കാരി നിയമത്തിൽ കയറ്റുമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? 317. ഇറക്കുമതി 316, കയറ്റുമതി 317. അബ്കാരി നിയമത്തിൽ ട്രാൻസിറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ 317A. അബ്കാരി നിയമത്തിൽ ട്രാൻസിറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? 317A ആണ്. ഈ ട്രാൻസിറ്റൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? സംസ്ഥാനത്തിനുള്ളിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്നതിനാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്കാരി നിയമത്തിൽ ട്രാൻസിറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 317A ആണ്. അബ്കാരി നിയമത്തിൽ കടത്തിക്കൊണ്ടുപോകലിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ 318 ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ കടത്തിക്കൊണ്ടുപോകലിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? 318 ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ കടത്തിക്കൊണ്ടുപോകലിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് 3 ക്ലോസ് 18. അബ്കാരി നിയമത്തിൽ നിർമ്മാണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 3 ക്ലോസ് 19 ആണ്. 319 എന്ന് നമുക്ക് പറയാം. അപ്പോൾ അബ്കാരി നിയമത്തിൽ നിർമ്മാണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്ടേ? സെക്ഷൻ 319 ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ നിർമ്മാണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 319 ആണ്. അടുത്ത് അബ്കാരി നിയമത്തിൽ ബോട്ടിലിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? 319A ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ ബോട്ടിലിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? 319A ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ ബോട്ടിലിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 319A ആണ്. അടുത്ത് അബ്കാരി നിയമത്തിൽ ശുദ്ധീകരണം അല്ലെങ്കിൽ റെക്ടിഫിക്കേഷനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ 320 ആണ്. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമത്തിൽ ശുദ്ധീകരണം അല്ലെങ്കിൽ റെക്ടിഫിക്കേഷനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 320 ആണ്. റെക്ടിഫിക്കേഷൻ 320. അടുത്ത് അബ്കാരി നിയമത്തിൽ സ്ഥലത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 321 ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ സ്ഥലത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? 321 ആണ്. അടുത്ത അബ്കാരി നിയമത്തിൽ ചെത്തലിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്ടാ? സെക്ഷൻ 322 ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ ചെത്തലിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? 322 ആണ്. ചെത്തൽ 322. അബ്കാരി നിയമത്തിൽ വാടകയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്
സെക്ഷൻ 323 അപ്പോൾ അബ്കാരി നിയമത്തിൽ വാടകയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? 323. അപ്പോൾ ഇത് കാണുന്നവരൊരു കാര്യം ചെയ്യേണ്ടത്, ഇത് ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് എന്ത് ചെയ്യണം? ഇതിലെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെയും പഠിക്കണം. അപ്പോൾ അബ്കാരി നിയമത്തിൽ വാടകയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 23. അബ്കാരി നിയമത്തിൽ സംഭരണശാലയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 25. അബ്കാരി നിയമത്തിൽ സംഭരണശാലയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് 325. അബ്കാരി നിയമത്തിൽ സംഭരണശാലയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? 3 ക്ലോസ് 25. അടുത്ത ചോദ്യം, പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്നു എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 15C ആണ്. ഇപ്പോൾ പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്നു എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 15C ആണ്. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്നു എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 15C ആണ്. മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃതമായ കയറ്റുമതി, ഇറക്കുമതി, നിർമ്മാണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 55 ആണ്. അപ്പോൾ മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃതമായ കയറ്റുമതി, ഇറക്കുമതി, നിർമ്മാണം എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 55 ആണ്. അടുത്ത ചോദ്യം, വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ടാ? സെക്ഷൻ 13(2) ആണ്. അപ്പോൾ വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 13 ക്ലോസ് 2 ആണ്. അപ്പോൾ വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 13 ക്ലോസ് 2 ആണ്. അടുത്ത്, സ്വന്തം ഉപയോഗത്തിന് സംഭരിച്ചിട്ടുള്ള മദ്യത്തിൻ്റെ ലൈസൻസിന് ഫീസ് ഈടാക്കേണ്ടതില്ല എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 13(1) ആണ്. 13 ക്ലോസ് 1 ആണ്. അപ്പോൾ സ്വന്തം ഉപയോഗത്തിന് സംഭരിച്ചിട്ടുള്ള മദ്യത്തിൻ്റെ ലൈസൻസിന് ഫീസ് ഈടാക്കേണ്ടതില്ല എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 13(1) ആണ്. അടുത്ത ചോദ്യം, വ്യാജരേഖകൾ നിർമ്മിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 55 ക്ലോസ് G ആണ്. അപ്പോൾ വ്യാജരേഖകൾ നിർമ്മിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 55 ക്ലോസ് G ആണ്. അടുത്ത ചോദ്യം, നിയമപരമല്ലാത്ത പരസ്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 55(H) ആണ്. അപ്പോൾ നിയമപരമല്ലാത്ത പരസ്യങ്ങൾക്കുള്ള, ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കംപ്ലീറ്റായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇതിൻ്റെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളിൽ കറക്റ്റായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിയമപരമല്ലാത്ത പരസ്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 55 ക്ലോസ് H ആണ്. 55 ക്ലോസ് H ആണ്. അടുത്ത്, തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ വ്യക്തമായ മുന്നറിയിപ്പില്ലാതെ മദ്യം ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 55(I) ആണ്. അപ്പോൾ നമ്മുടെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഈ സൈഡിലോ അല്ലെങ്കിൽ ഈ സൈഡിലോ എന്തൊക്കെയാണ് നമ്മുടെ ഇങ്ങനെ പുകവലി ആ ഒരു ഇതുണ്ടല്ലോ, മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം, അങ്ങനെ ആ ഒരു സംഭവം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ വ്യക്തമായ മുന്നറിയിപ്പില്ലാതെ ഇപ്പോൾ ഒരു മദ്യം ഉപയോഗിക്കുന്ന ദൃശ്യം വരുമ്പോൾ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് സെക്ഷൻ 55(I) പ്രകാരം കുറ്റകൃത്യമാണ് എന്നാണ് അബ്കാരി നിയമത്തിൽ പറയുന്നത്. അപ്പോൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ വ്യക്തമായ മുന്നറിയിപ്പില്ലാതെ മദ്യം ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 55(I) ആണ്. ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു പോകണമെന്നാണ്, പക്ഷേ പെട്ടെന്ന് നമ്മൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളോട് പറഞ്ഞു പോകും. കാരണം ഇത് കുറേ ഉണ്ട്. അപ്പോൾ വലിയൊരു സീരീസ് ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 55(I) മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 55(I) പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ പറയണം. എന്താണ്? 1/10 ഓർമ്മയുണ്ടോയെന്നറിയില്ല. 1/10 എന്താണ്? സ്ക്രീനിൽ 1/10 ഭാഗത്ത് എന്ത് ചെയ്യണം? ഈ ഒരു
നമ്മുടെ മുന്നറിയിപ്പ് കാണിച്ചിരിക്കണം. 1/10 ഭാഗത്ത് എന്ത് ചെയ്യണം? ഈ ഒരു മുന്നറിയിപ്പ് കാണിച്ചിരിക്കണം. അടുത്ത ചോദ്യം, ലൈസൻസ് കൈവശം വച്ചിരിക്കുന്ന വ്യക്തിയുടെ ദുർനടത്തങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 56 ആണ്. അപ്പോൾ ലൈസൻസ് കൈവശം വച്ചിരിക്കുന്ന വ്യക്തിയുടെ ദുർനടത്തങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 56 ആണ്. അപ്പോൾ ലൈസൻസ് കൈവശം വച്ചിരിക്കുന്ന വ്യക്തിയുടെ ദുർനടത്തങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 56 ആണ്. അടുത്ത്, ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാനും കൈവശം വയ്ക്കുവാനുമുള്ള അധികാരമുള്ളത് ആർക്കെല്ലാമാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് 56 ക്ലോസ് എ ആണ്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാനും കൈവശം വയ്ക്കുവാനുമുള്ള അധികാരമുള്ളത് ആർക്കെല്ലാമാണ് എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 56 ക്ലോസ് എ ആണ്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാനും കൈവശം വയ്ക്കുവാനുമുള്ള അധികാരം ആർക്കെല്ലാമാണ് എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ട? സെക്ഷൻ 56 എ ആണ്. അടുത്ത ചോദ്യം, മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 56 എ ക്ലോസ് 2 ആണ്. അപ്പോൾ മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 56 എ ക്ലോസ് 2. അടുത്ത്, അനധികൃതമായി മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 58 ആണ്. അനധികൃതമായി മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 58. അപ്പോൾ അങ്ങനെ മദ്യം കൈവശം വെച്ചാൽ ശിക്ഷ എന്താണ്? 10 വർഷം തടവ് അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴയാണ്. അപ്പോൾ അങ്ങനെ അനധികൃതമായി ഇങ്ങനെ ഈ ഒരു സാധനം കൈവശം വെച്ചാൽ എന്ത് ചെയ്യും? 10 വർഷം എന്ത് ചെയ്യും? തടവോ അല്ലെങ്കിൽ എന്ത് ചെയ്യും? 1 ലക്ഷം രൂപ പിഴയോ കിട്ടും. അപ്പോൾ അനധികൃതമായി മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 58. അങ്ങനെ അനധികൃതമായി നിർമ്മിച്ചതോ കടത്തുന്നതോ ആയ മദ്യം കൈവശം വച്ചു കഴിഞ്ഞാൽ എന്ത് ശിക്ഷ കിട്ടും? 10 വർഷം തടവോ 1 ലക്ഷം രൂപ പിഴയോ കിട്ടും. മനസ്സിലായല്ലോ? 10 വർഷം തടവോ 1 ലക്ഷം രൂപ പിഴയോ കിട്ടും. അടുത്ത ചോദ്യമാണ്, സെക്ഷൻ 58 പ്രകാരം പരാമർശിക്കുന്ന പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 58 ബി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 58 പറഞ്ഞു. അപ്പോൾ ഈ ഒരു 58 പ്രകാരം അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 58 ബി എന്ന് പറയുന്നത്. അതിൻ്റെ ശിക്ഷ എന്താണ്? 5 വർഷം തടവ് അല്ലെങ്കിൽ 5000 രൂപ പിഴയാണ്. 5 വർഷം തടവ് അല്ലെങ്കിൽ എന്താണ്? 5000 രൂപ പിഴയാണ്. ഞാൻ നമ്മുടെ മൗസ് വെച്ചാണ് എഴുതുന്നത്, അതാണ് ഇത്രയും നല്ല വൃത്തിയായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ സെക്ഷൻ 58 പ്രകാരം പരാമർശിക്കുന്ന പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? സെക്ഷൻ 58 ബിയിലാണ് പറയുന്നത്. ശിക്ഷ എന്താണ്? 5 വർഷം തടവ് അല്ലെങ്കിൽ 5000 രൂപ പിഴയാണ്. നമ്മൾ സെക്ഷൻ 58 പറയുന്നത് അനധികൃതമായി മദ്യം കൈവശം വയ്ക്കൽ. അങ്ങനെ കൈവശം വച്ചു കഴിഞ്ഞാൽ 10 വർഷം തടവ് അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴ കിട്ടും. അടുത്ത് പറയുന്ന സെക്ഷൻ 58 ബി ആണ്. 58 പ്രകാരം പരാമർശിക്കുന്ന ആ ഒരു പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയാൽ എന്ത് ശിക്ഷ കിട്ടും? 5 വർഷം തടവ് അല്ലെങ്കിൽ 5000 രൂപ പിഴയായിട്ട് കിട്ടും. അടുത്ത്, മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 12 ആണ്. അപ്പോൾ മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 12. മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 12 ആണ്. ഹോൾസെയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ മദ്യവിൽപ്പനക്കാർക്കും മദ്യനിർമ്മാതാക്കൾക്കും പരിഗണനകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 18 എ ആണ്. ഇപ്പോൾ ഹോൾസെയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ മദ്യവിൽപ്പനക്കാർക്കും മദ്യനിർമ്മാതാക്കൾക്കും പരിഗണനകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 18 എ ആണ്. അപ്പോൾ പരിഗണനകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 18 എ ആണ്. അടുത്ത ചോദ്യം, മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം എന്നിവയ്ക്കായി ഭൂമി നൽകിയാൽ ലഭിക്കുന്ന ശിക്ഷകളെപ്പറ്റി പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 64 എ ആണ്. ഇപ്പോൾ മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം എന്നിവയ്ക്കായി ഭൂമി നൽകിയാൽ ലഭിക്കുന്ന ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 64 എ ആണ്.
അപ്പോൾ മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം ഇവയ്ക്കായി ഭൂമി നൽകിയാൽ ലഭിക്കുന്ന ശിക്ഷകളെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണടാ? സെക്ഷൻ 64A ആണ്. സെക്ഷൻ 64A ആണ്. ഒന്നുകൂടി പറയാം, മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം എന്നിവയ്ക്കായി ഭൂമി നൽകിയാൽ ലഭിക്കുന്ന ശിക്ഷകളെപ്പറ്റി പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 64A ആണ്. ഓക്കെ. അടുത്ത് അബ്കാരി നിയമം പാസ്സാക്കിയ വർഷം എന്നാണ്? 1902 നമ്മുടെ അബ്കാരി നിയമം പാസ്സാക്കിയത്. അപ്പോൾ അബ്കാരി നിയമം എന്നാണ് പാസ്സാക്കിയത്? 1902 എന്ത് ചെയ്തത്? അബ്കാരി നിയമം പാസ്സാക്കിയത്. അപ്പോൾ അബ്കാരി നിയമം എന്നാണ് പാസ്സാക്കിയത്? 1902 എന്ത് ചെയ്തത്? അബ്കാരി നിയമം പാസ്സാക്കിയത്. അടുത്ത് അബ്കാരി ആക്ട് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടിയത്? 1967 അബ്കാരി നിയമം എന്ത് ചെയ്തു? രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടി. അപ്പോൾ അബ്കാരി ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം 1967. അത് പാസ്സാക്കിയതെന്നാണ്? 1902. മനസ്സിലായല്ലോ. അപ്പോൾ അബ്കാരി നിയമം പാസ്സാക്കിയത് 1902. അബ്കാരി നിയമം രാഷ്ട്രപതിയുടെ അംഗീകാരം നൽകിയത് 1967. അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? 72. അപ്പോൾ അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? 72 സെക്ഷനുകളാണ് അബ്കാരി ആക്ടിൽ ഉള്ളത്. മനസ്സിലായല്ലോ. അടുത്ത് ചാരായത്തിൻ്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെയും വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സോഴ്സിൽ നിന്നാണ് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ എടുത്തേക്കുന്നത്. അതാണ് ഇങ്ങനെ വരുന്നത്. റിപ്പീറ്റ് അടിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും നല്ലത് തന്നെയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ചാരായത്തിൻ്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 8. അപ്പോൾ ചാരായത്തിൻ്റെ നിർമ്മാണം, കയറ്റുമതി ഇതിൻ്റെയൊക്കെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8. അടുത്ത് അബ്കാരി ആക്ട് സെക്ഷൻ 9 പ്രതിപാദിക്കുന്നത് എന്താണ്? മദ്യത്തിൻ്റെ കടത്തൽ നിരോധിക്കുന്നതാണ്. അപ്പോൾ അബ്കാരി ആക്ട് സെക്ഷൻ 9 പറയുന്നത് എന്താണ്? മദ്യത്തിൻ്റെ കടത്തൽ നിരോധിക്കുന്നു എന്നാണ് അബ്കാരി ആക്ട് സെക്ഷൻ 9 പറയുന്നത്. അടുത്ത് അബ്കാരി എന്ന പദം ഏതു ഭാഷയിൽ നിന്നും ഉടലെടുത്തതാണ്? ഏത് ഭാഷയിൽ നിന്നാണ്? പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് അബ്കാരി എന്ന് പറയുന്ന പദം ഉടലെടുത്തത്. അപ്പോൾ അബ്കാരി എന്ന് പറയുന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് ഉടലെടുത്തത്? പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് അബ്കാരി എന്ന് പറയുന്ന പദം. ചാടിക്കയറി നമ്മുടെ ഏത് എഴുതാൻ പാടില്ല? അറബിയോ ബാക്കി ഫ്രഞ്ചോ ഒന്നും എഴുതാൻ പാടില്ല. ഏത് ഭാഷയിൽ നിന്നാണ്? പേർഷ്യൻ ഭാഷയിൽ നിന്നാണ്. ഏത് ഭാഷയിൽ നിന്നാണ്? പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് അബ്കാരി എന്ന് പറയുന്ന പദം ഉടലെടുത്തത്. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയ വർഷം എന്നാണ്? 1996. അപ്പോൾ കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയെന്നാണ്? 1996. കള്ള് വേർതിരിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഏതെങ്കിലും മരത്തിൽ കലമോ മറ്റ് അനുബന്ധ വസ്തുക്കളോ ഘടിപ്പിക്കുന്നതിനെ പറയുന്ന പേര് നമ്മൾ നോർമലി എന്താണ്? ചെത്ത കയറുന്നതെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ചെത്തൽ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ കള്ള് വേർതിരിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഏതെങ്കിലും മരത്തിൽ പറ്റൂല. ഏതൊക്കെയാണ് മരങ്ങൾ? നമ്മുടെ ഈന്തപ്പന, അതേപോലെ തെങ്ങ്, അതേപോലെ തന്നെ ബാക്കിയുള്ള എക്സെട്രാ മരങ്ങളിൽ കലമോ മറ്റോ അനുബന്ധ വസ്തുക്കളോ ഘടിപ്പിക്കുന്നതിനെ പറയുന്ന പേരെന്താണ്? അതിനെയാണ് നമ്മൾ ചെത്തലെന്ന് പറയുന്നത്. അബ്കാരി ആക്ട് സെക്ഷൻ 15 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല? ഓർമ്മയുള്ളവർക്ക് പറയാം. എത്രയാണ്? 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല. 15B പ്രകാരം മദ്യം വിൽക്കാൻ പാടില്ല. ഇവിടെ ഒരു 15B ഉണ്ട് കേട്ടല്ലോ. ഇവിടെ ഒരു ബിയും കൂടി ഉണ്ട്, ഓർക്കുക. അപ്പോൾ അബ്കാരി ആക്ട് സെക്ഷൻ 15B പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല? 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല. അടുത്തത് എയില്, സ്റ്റൗട്ട്, പോർട്ടർ എന്നിവ എന്തിന് ഉദാഹരണമാണ്? അത് ബിയറിന് ഉദാഹരണമാണ്. ഇവിടെ ഒരു എയിലും കൂടെ ഉണ്ട്, അത് കാണാനില്ല, പോട്ടെ. എയില്, സ്റ്റൗട്ട്, പോർട്ടർ എന്നിവ എന്തിന് ഉദാഹരണമാണ്? അത് നമ്മുടെ ബിയറിന് ഉദാഹരണമാണ്. അടുത്ത് അബ്കാരി നിയമത്തിൽ മദ്യത്തിൻ്റെ ഇറക്കുമതിയെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായം, സെക്ഷനല്ല അധ്യായം, ഏത് അധ്യായമാണ്? അധ്യായം 3. അപ്പോൾ മദ്യത്തിൻ്റെ അബ്കാരി നിയമത്തിൽ മദ്യത്തിൻ്റെ ഇറക്കുമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം ഏതാണ്ടാ?
അതാണ് അധ്യായം നമ്മുടെ 3. അപ്പോൾ മദ്യത്തിൻ്റെ അബ്കാരി നിയമത്തിൽ മദ്യത്തിൻ്റെ ഇറക്കുമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം നമ്മുടെ 3 ആണ്. അധ്യായം ഏതാണ്? അധ്യായം 3 ആണ്. ഇറക്കുമതി വിവരിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 3 ആണ്. മനസ്സിലായല്ലോ? അടുത്ത്, അബ്കാരി നിയമത്തിൽ 30 മുതൽ 54 വരെയുള്ള വകുപ്പുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അബ്കാരി നിയമത്തിൽ 30 മുതൽ 54 വരെയുള്ള വകുപ്പുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അബ്കാരി ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളും ചുമതലകളെയും കുറിച്ച് പറയുന്നു. അപ്പോൾ അബ്കാരി നിയമത്തിലെ 30 മുതൽ 54 വരെയുള്ള വകുപ്പുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അബ്കാരി ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളും ചുമതലകളെയും കുറിച്ച് പറയുന്നു. അബ്കാരി നിയമത്തിലെ 4-ാം അധ്യായം എന്തിനെയെല്ലാം കുറിച്ച് വിശദീകരിക്കുന്നു? എന്തിനെല്ലാം കുറിച്ചാണ്? മദ്യനിർമ്മാണം, കൈവശം വയ്ക്കൽ, മദ്യ വിൽപ്പന. അപ്പോൾ അബ്കാരി നിയമത്തിലെ 4-ാം അധ്യായം എന്തിനെല്ലാം കുറിച്ചാണ് വിശദീകരിക്കുന്നത്? മദ്യത്തിൻ്റെ നിർമ്മാണം, കൈവശം വയ്ക്കൽ, മദ്യവിൽപ്പന. അപ്പോൾ അബ്കാരി നിയമത്തിലെ 4-ാം അധ്യായം എന്തിനെല്ലാം കുറിച്ചാണ് പറയുന്നത്? മദ്യനിർമ്മാണം, കൈവശം വയ്ക്കൽ, മദ്യത്തിൻ്റെ വിൽപ്പന. അടുത്ത ചോദ്യമാണ്, അബ്കാരി നിയമത്തിലെ 11-ാം വകുപ്പ് പ്രകാരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ അധികാര പരിധി എവിടെ വരെയാണ്? കേരളം മുഴുവനുമാണ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ അധികാര പരിധി എന്ന് പറയുന്നത്. അപ്പോൾ അബ്കാരി നിയമത്തിലെ 11-ാം വകുപ്പ് പ്രകാരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ അധികാര പരിധി എവിടെ വരെയാണ്? നമ്മുടെ കേരളം മുഴുവനാണ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ അധികാര പരിധി എന്ന് പറയുന്നത് 11-ാം വകുപ്പ് പ്രകാരം. അടുത്ത ചോദ്യം, അബ്കാരി നിയമത്തിലെ 7-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മദ്യത്തിൻ്റെ കയറ്റുമതിക്കുള്ള അനുമതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമത്തിലെ 7-ാം വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? 7-ാം വകുപ്പ് നമ്മുടെ മദ്യത്തിൻ്റെ കയറ്റുമതിക്കുള്ള അനുമതിയുമായിട്ടാണ് നമ്മുടെ അബ്കാരി നിയമത്തിലെ 7-ാം വകുപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 6-ാം വകുപ്പ് എന്താണ്? ഇറക്കുമതി. 7-ാം വകുപ്പ് കയറ്റുമതി. അടുത്ത്, പൊതുസ്ഥലത്തെ മദ്യപാന നിരോധനം അബ്കാരി നിയമത്തിലെ ഏതു വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 15C ആണ്. പൊതുസ്ഥലത്തെ മദ്യപാനത്തിൻ്റെ നിരോധനം ഏത് സെക്ഷനാണ്? സെക്ഷൻ 15C ആണ്. പൊതുസ്ഥലത്തെ മദ്യപാനത്തിൻ്റെ നിരോധനം സെക്ഷൻ 15C ആണ്. അടുത്ത ചോദ്യം, ചാരായ നിരോധനം നിലവിൽ വരുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? നമ്മുടെ AK ആൻ്റണിയാണ്. അപ്പോൾ ചാരായ നിരോധനം നിലവിൽ വരുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? AK ആൻ്റണി. അടുത്ത്, ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 6A ആണ്. ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണടാ? സെക്ഷൻ 3 ക്ലോസ് 6A ആണ്. പൊതുസ്ഥലങ്ങളിലും മദ്യപാനം നിരോധിക്കുന്നത് നമ്മളേതാണ്? സെക്ഷൻ 15C ആണ്, നേരത്തെ പറഞ്ഞതാണ്. അടുത്ത്, അബ്കാരി നിയമത്തിലെ 15 ഏത് വകുപ്പ് പ്രകാരമാണ്? അവിടെ കൊടുത്തിട്ടില്ല. 15 വകുപ്പ് എത്ര വയസ്സിൽ താഴെയുള്ളവർക്കാണ് മദ്യ ഉപഭോഗത്തിന്? അപ്പോഴേതായിരിക്കും ഉപഭോഗത്തെക്കുറിച്ച് പറയുന്നത്? 15A ആണ്. ഏതാണ്? 15A ആണ്. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമത്തിലെ 15A വകുപ്പ് പ്രകാരം എത്ര വയസ്സിൽ താഴെയുള്ളവർക്കാണ് മദ്യ ഉപഭോഗത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്? 23 വയസ്സിന് താഴെയുള്ളവർക്കാണ് മദ്യ ഉപഭോഗത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് 15A പ്രകാരം. നമ്മൾ മുമ്പും പറഞ്ഞതാണ്. മനസ്സിലായല്ലോ? അടുത്ത്, അബ്കാരി നിയമത്തിലെ 11-ാം വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മദ്യത്തിൻ്റെ ഗതാഗത അനുമതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അബ്കാരി നിയമത്തിലെ 11-ാം വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മദ്യത്തിൻ്റെ ഗതാഗത അനുമതിയുമായിട്ട് അബ്കാരി നിയമത്തിലെ 11-ാം വകുപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത്, അബ്കാരി നിയമത്തിലെ 15-ാം വകുപ്പ് പ്രകാരം ഏതു തരം മദ്യത്തെയാണ് ഒഴിവാക്കാൻ പറ്റുന്നത്? ഏതാണ്? കള്ളാണ്. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമത്തിലെ 15-ാം വകുപ്പ് പ്രകാരം ഏതു തരം മദ്യത്തെയാണ് ഒഴിവാക്കാൻ പറ്റുന്നത്? കള്ളിനെയാണ് ഒഴിവാക്കാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം, അബ്കാരി നിയമത്തിൽ ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 11 ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിൽ ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്ട്? സെക്ഷൻ 3 ക്ലോസ് 11 ആണ്. അടുത്ത്,
മദ്യം കൊണ്ടുപോകുന്നതിനുള്ള അനുമതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? നമ്മുടെ സെക്ഷൻ 11 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ പല രീതിയിലുള്ള ചോദ്യങ്ങളാണ്, ഉത്തരം ഒന്ന് തന്നെയാണ്. അപ്പോൾ മദ്യം കൊണ്ടുപോകുന്നതിനുള്ള അനുമതിയെക്കുറിച്ച് വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 11. അടുത്ത ചോദ്യം, മദ്യ ലൈസൻസിൻ്റെ നിബന്ധനകൾ വിശദീകരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 24. അപ്പോൾ മദ്യ ലൈസൻസിൻ്റെ നിബന്ധനകൾ വിശദീകരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 24. അപ്പോൾ മദ്യ ലൈസൻസിൻ്റെ നിബന്ധനകൾ വിശദീകരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ടാ? സെക്ഷൻ 24. അടുത്ത്, അബ്കാരി നിയമത്തിൽ ലൈസൻസ് റദ്ദാക്കാനോ തിരിച്ചു വിളിക്കുവാനുമുള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്ന വകുപ്പ് സെക്ഷൻ 26. അപ്പോൾ അബ്കാരി നിയമത്തിൽ ലൈസൻസ് റദ്ദാക്കാനോ തിരിച്ചു വിളിക്കുവാനുമുള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്ന വകുപ്പ് സെക്ഷൻ 26. അപ്പോൾ അബ്കാരി നിയമത്തിലെ ലൈസൻസ് റദ്ദാക്കാനോ തിരിച്ചു വിളിക്കുവാനുമുള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 26. അടുത്ത ചോദ്യം, അബ്കാരി ഓഫീസർമാരെ ഗവൺമെൻറ് നിയമിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഞാൻ നേരത്തെ പറഞ്ഞു സെക്ഷൻ 6 കാര്യം. ഇപ്പോൾ ഏതാണ്? സെക്ഷൻ 4. അപ്പോൾ അബ്കാരി ഓഫീസർമാരെ ഗവൺമെൻറ് നിയമിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 4 പ്രകാരമാണ്. അപ്പോൾ നമ്മുടെ അബ്കാരി ഓഫീസർമാരെ ഗവൺമെൻറ് നിയമിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 4 പ്രകാരമാണ്. അടുത്ത ചോദ്യം, അബ്കാരി നിയമത്തിലെ 14 വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 14 വകുപ്പ് ഡിസ്റ്റിലറികൾ, വെയർഹൗസുകൾ എന്നിവയുടെ നിർമ്മാണമാണ്. അപ്പോൾ അബ്കാരി നിയമത്തിലെ 14 വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിസ്റ്റിലറികൾ, വെയർഹൗസുകൾ എന്നിവയുടെ നിർമ്മാണവുമായിട്ടാണ് അബ്കാരി നിയമത്തിലെ 14 വകുപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അബ്കാരി നിയമത്തിലെ 14 വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിസ്റ്റിലറികൾ, വെയർഹൗസുകൾ എന്നിവയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, കള്ളിന് നിർവചനം നൽകിയിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് നേരത്തെ പറഞ്ഞതാണ്? സെക്ഷൻ 8. അപ്പോൾ കള്ളിന് നിർവചനം നൽകിയിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ടാ? സെക്ഷൻ 3(8). അടുത്ത ചോദ്യം, നിയമവിധേയമല്ലാതെ മദ്യം കൊണ്ടുപോകുവാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വാറണ്ടില്ലാതെ ഒരു അബ്കാരി ഓഫീസർ പിടിച്ചെടുക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 34 പ്രകാരമാണ്. അപ്പോൾ നിയമവിധേയമല്ലാതെ മദ്യം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഒരു വാറണ്ടുമില്ലാതെ അബ്കാരി ഓഫീസർ പിടിച്ചെടുക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 34 പ്രകാരമാണ്. അടുത്ത ചോദ്യം, അബ്കാരി കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ബോണ്ട് മാതൃകയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ ചുമതലയുള്ളതാരാണ്? അത് നമ്മുടെ ഗവൺമെൻറ്റിനാണ്. അപ്പോൾ നമ്മുടെ അബ്കാരി കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ബോണ്ട് മാതൃകയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ അധികാരമുള്ള ആരാണ്? നമ്മുടെ ഗവൺമെൻറ്റിനാണ്. ചാടിക്കറി എക്സൈസ് ഇൻസ്പെക്ടർ എഴുതിയത് ഗവൺമെൻറ്റിനാണ് അതിൻ്റെ അധികാരമുള്ളത്. എന്താണ്? ജാമ്യ ബോണ്ട് മാതൃകയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ അധികാരമുള്ള ആർക്കാണ്? ഗവൺമെൻറ്റിനാണ്. അടുത്ത്, അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ തെളിവ് ശേഖരിക്കുന്നതിനായി ഒരാളെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 44. അപ്പോൾ അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് തെളിവ് ശേഖരിക്കുന്നതിനായി ഒരാളെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 44. അപ്പോൾ ഒന്നുകൂടി പറയാം, അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് തെളിവ് ശേഖരിക്കുന്നതിനായി ഒരാളെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകുന്ന വകുപ്പാണ് സെക്ഷൻ 44. അടുത്ത്, അബ്കാരി പോളിസി ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നത് ഏത് മാസത്തിലാണ്? ഡിസംബറിലാണ്. അപ്പോൾ അബ്കാരി പോളിസി ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നത് ഏത് മാസത്തിലാണ്? ഡിസംബറിലാണ് അബ്കാരി പോളിസി ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നത്. അപ്പോൾ അബ്കാരി പോളിസി ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്ന എപ്പോഴാണ്ട? ഡിസംബർ മാസത്തിലാണ്. അടുത്ത്, അറസ്റ്റിൻ്റെ നടപടികൾ വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 40. അപ്പോൾ അറസ്റ്റിൻ്റെ നടപടികൾ വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 40. ഒന്നുകൂടി പറയാം, അറസ്റ്റിൻ്റെ നടപടികൾ വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 40. അടുത്ത ചോദ്യം, അബ്കാരി ഉദ്യോഗസ്ഥൻ മറ്റുള്ള ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് വിവരം ശേഖരിക്കുന്നത് ഏത് വകുപ്പിൻ്റെ അധികാരം ഉപയോഗിച്ചാണ്? സെക്ഷൻ 38 അധികാരം ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരു അബ്കാരി ഉദ്യോഗസ്ഥൻ മറ്റുള്ള ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് വിവരം ശേഖരിക്കുന്നത് ഏത് വകുപ്പിൻ്റെ അധികാരം ഉപയോഗിച്ചാണ്ടാ?
സെക്ഷൻ 38 അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അബ്കാരി ഉദ്യോഗസ്ഥൻ മറ്റുള്ള ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് വിവരം ശേഖരിക്കുന്നത്. സെക്ഷൻ 38 പ്രകാരം. അടുത്ത ചോദ്യം, അബ്കാരി നിയമപ്രകാരം 3 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ആളെ എത്ര വർഷമാണ്? 3 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ആളെ ആരുടെ മുന്നിലാണ് ഹാജരാക്കേണ്ടത്? ആരുടെ മുന്നിലാണ്? മജിസ്ട്രേറ്റിൻ്റെ മുന്നിലാണ് ഹാജരാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമപ്രകാരം 3 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരാളെ ആരുടെ മുന്നിലാണ് ഹാജരാക്കേണ്ടത്? മജിസ്ട്രേറ്റിൻ്റെ മുന്നിലാണ് ഹാജരാക്കേണ്ടത്. അടുത്ത ചോദ്യം, അബ്കാരി ഓഫീസർമാരുടെ അധികാരങ്ങളും കടമകളും വിശദമാക്കുന്ന അധ്യായം 8 അപ്പോൾ നമ്മുടെ അബ്കാരി ഓഫീസർമാരും അവരുടെ കടമകളും വിശദമാക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 8. അപ്പോൾ അബ്കാരി ഓഫീസർമാരും അവരുടെ അധികാരങ്ങളും കടമകളും വിശദമാക്കുന്ന അധ്യായം ഏതാണ്ടാ? അധ്യായം 8. അടുത്ത ചോദ്യം, അബ്കാരി ആക്ട് പ്രകാരം സെർച്ച് നടത്താൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വരുന്ന ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് എന്തായിരിക്കണം? ഡെപ്യൂട്ടി കളക്ടർ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ അബ്കാരി നിയമപ്രകാരം സെർച്ച് നടത്താൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വരുന്ന ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് എന്തായിരിക്കണം? ഡെപ്യൂട്ടി കളക്ടർ റാങ്കിൽ ഉള്ള ഉദ്യോഗസ്ഥനായിരിക്കണം വരേണ്ടത്. അടുത്ത്, അബ്കാരി കേസുകളിൽ വാറണ്ടില്ലാതെ ഉദ്യോഗസ്ഥർക്ക് സെർച്ച് നടത്താൻ അനുമതി നൽകിയിരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 31. അപ്പോൾ അബ്കാരി കേസുകളിൽ വാറണ്ടില്ലാതെ ഉദ്യോഗസ്ഥർക്ക് സെർച്ച് നടത്താൻ അനുമതി നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 31. അബ്കാരി കേസുകളിൽ വാറണ്ടില്ലാതെ ഉദ്യോഗസ്ഥർക്ക് സെർച്ച് നടത്തുവാൻ അനുമതി നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 31. അടുത്ത ചോദ്യം, അനധികൃതമായ മദ്യം കടത്തിക്കൊണ്ടു പോകുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 9. അപ്പോൾ അനധികൃതമായി മദ്യം കടത്തിക്കൊണ്ടു പോകുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 9. അപ്പോൾ അനധികൃതമായി മദ്യം കടത്തിക്കൊണ്ടുപോകുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള അബ്കാരി നിയമത്തിലെ വകുപ്പാണേത്? സെക്ഷൻ 9 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിദേശ മദ്യത്തിന് വിശദീകരണം നൽകിയിട്ടുള്ള അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 313A ആണ്. ഇപ്പോൾ വിദേശ മദ്യത്തിന് വിശദീകരണം നൽകിയിട്ടുള്ള അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 313A ആണ്. അപ്പോൾ വിദേശ മദ്യത്തിന് വിശദീകരണം നൽകിയിട്ടുള്ള അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 313A ആണ്. അടുത്ത ചോദ്യമാണ്, കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നതായ വ്യക്തി തെറ്റായ പേരും വിലാസവും നൽകിയാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 35 ആണ്. അപ്പോൾ നമ്മുടെ കുറ്റകൃത്യങ്ങളിൽ ഒരു വ്യക്തി ഏർപ്പെട്ടു, ആ വ്യക്തി ചോദിക്കുമ്പോൾ തെറ്റായ പേരും വിലാസവും നൽകിയാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നൽകുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 35. അപ്പോൾ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നതായ വ്യക്തി തെറ്റായ പേരും വിലാസവും നൽകിയാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 35 ആണ്. അടുത്ത ചോദ്യം, വെയർഹൗസ്, ഡിസ്റ്റിലറി തുടങ്ങിയവ സ്ഥാപിക്കുന്നത് വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 14 ആണ്. അപ്പോൾ വെയർഹൗസ്, ഡിസ്റ്റിലറി തുടങ്ങിയവ സ്ഥാപിക്കുന്നത് വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 14 ആണ്. അടുത്ത ചോദ്യമാണ്, ചാരായ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന അബ്കാരി വകുപ്പ്. സെക്ഷൻ 8-ൽ 1 അപ്പോൾ ചാരായ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന അബ്കാരി വകുപ്പ് ഏതാണ്? സെക്ഷൻ 8 ക്ലോസ് 1 അടുത്ത ചോദ്യമാണ്, മദ്യം കൊണ്ടുപോകാനുള്ള അനുമതിയിൽ എന്തെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം എന്ന് വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 11 അപ്പോൾ മദ്യം പോകുവാനുള്ള അനുമതിയിൽ എന്തെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണമെന്ന് വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്. സെക്ഷൻ 11 അടുത്ത ചോദ്യം, മദ്യത്തിൻ്റെ ഇറക്കുമതി. നമ്മൾ മുമ്പേയും കുറേ പ്രാവശ്യം പറഞ്ഞത് ഏതാണ്? സെക്ഷൻ 6 അപ്പോൾ മദ്യത്തിൻ്റെ ഇറക്കുമതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന അബ്കാരി വകുപ്പ് സെക്ഷൻ 6. കയറ്റുമതിയെക്കുറിച്ച് പറയുന്നത് ഏതാണ്? സെക്ഷൻ 7 നിലവിലെ കേരളത്തിലെ എക്സൈസ് മന്ത്രി ആരാണ്? MB രാജേഷാണ്. നിലവിലെ കേരളത്തിലെ എക്സൈസ് മന്ത്രി ആരാണ്? നമ്മുടെ MB രാജേഷ് മന്ത്രിയാണ് നമ്മുടെ നിലവിലെ കേരളത്തിലെ എക്സൈസ് മന്ത്രി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ലൈസൻസ് ഇല്ലാതെ മദ്യം നിർമ്മിക്കുന്നത് നിരോധിക്കുന്ന അബ്കാരി വകുപ്പിലെ
അബ്കാരി നിയമത്തിലെ വകുപ്പ്? സെക്ഷൻ 12 ആണ്. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ മദ്യം നിർമ്മിക്കുന്നത് നിരോധിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 12 ആണ്. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ മദ്യം നിർമ്മിക്കുന്നത് നിരോധിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? നമ്മുടെ സെക്ഷൻ 12 ആണ്. അടുത്ത ചോദ്യമാണ്, അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് തെളിവ് ശേഖരിക്കുന്നതിനായി ഒരാളെ വിളിച്ചു വരുത്തുവാനുള്ള അധികാരം നമ്മൾ നേരത്തെ പറഞ്ഞു. ഏത് സെക്ഷനാണ്? സെക്ഷൻ 44 ആണ്. അപ്പോൾ അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് നമുക്ക് പിന്നെയും പറയുമ്പോൾ എന്താണ്, പിന്നെയും നമുക്കത് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് തെളിവ് ശേഖരിക്കുന്നതിനായി ഒരാളെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 44 ആണ്. അടുത്ത ചോദ്യം, ഒരു അബ്കാരി ഓഫീസർ ഒരു വ്യക്തിയെ അബ്കാരി നിയമം 34 വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റിൻ്റെ കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ധരിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 40 ആണ്. അപ്പോൾ ഒരു അബ്കാരി ഓഫീസർ ഒരു വ്യക്തിയെ അബ്കാരി നിയമം 34 വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റിൻ്റെ കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ധരിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 40. ഏതാണ്? സെക്ഷൻ 40 ആണ്. സ്പിരിറ്റിന് നിർവചനം നൽകിയിട്ടുള്ള അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 3-9 ആണ്. അപ്പോൾ സ്പിരിറ്റിന് നിർവചനം നൽകിയിട്ടുള്ള അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3-9 ആണ്. അപ്പോൾ സ്പിരിറ്റിന് നിർവചനം നൽകിയിട്ടുള്ള അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3-9. സ്പിരിറ്റിന് നിർവചനം 3-9. അടുത്ത്, വാറണ്ട് ഇല്ലാതെ സെർച്ച് നടത്താൻ കഴിയുന്ന ഉദ്യോഗസ്ഥർ ആരെല്ലാമാണ് എന്ന് വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 31 ആണ്. അപ്പോൾ വാറണ്ട് ഇല്ലാതെ സെർച്ച് നടത്താൻ കഴിയുന്ന ഉദ്യോഗസ്ഥർ ആരെല്ലാമാണ് എന്ന് വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 31 ആണ്. അപ്പോൾ വാറണ്ട് ഇല്ലാതെ സെർച്ച് നടത്താൻ കഴിയുന്ന ഉദ്യോഗസ്ഥർ ആരെല്ലാമാണ് എന്ന് വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 31 ആണ്. അടുത്ത്, അബ്കാരി നിയമത്തിലെ 33 വകുപ്പ് എന്തിനെക്കുറിച്ചാണ് വിശദീകരണം നൽകുന്നത്? തുറസായ സ്ഥലങ്ങളിലെ അറസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ അബ്കാരി നിയമത്തിലെ 33 വകുപ്പ് എന്തിനെക്കുറിച്ച് വിശദീകരണം നൽകുന്നു? തുറസായ സ്ഥലങ്ങളിലെ അറസ്റ്റിനെ കുറിച്ചാണ് അബ്കാരി നിയമം 33 വകുപ്പ് പറയുന്നത്. അപ്പോൾ അബ്കാരി നിയമത്തിലെ 33 വകുപ്പ് പറയുന്നത് എന്താണ്? തുറസായ സ്ഥലങ്ങളിലെ അറസ്റ്റിനെ കുറിച്ചാണ് വിശദീകരണം നൽകുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, എല്ലാ അബ്കാരി ഓഫീസർമാരിൽ നിന്നും വിവരം ലഭിക്കുവാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാരം ഇതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 38 ആണ്. അപ്പോൾ എല്ലാ അബ്കാരി ഓഫീസർമാരിൽ നിന്നും വിവരം ലഭിക്കുവാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാരത്തെ വിശദമാക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 38 ആണ്. അപ്പോൾ എല്ലാ അബ്കാരി ഓഫീസർമാരിൽ നിന്നും വിവരം ലഭിക്കുവാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാരത്തെക്കുറിച്ച് വിശദമാക്കുന്ന വകുപ്പ് സെക്ഷൻ 38 ആണ്. അടുത്ത ചോദ്യം, അബ്കാരി നിയമത്തിലെ 51 വകുപ്പ് അനുസരിച്ച് സാക്ഷികളോട് ആരുടെ മുന്നിൽ ഹാജരാകാനാണ് അബ്കാരി ഓഫീസർക്ക് ആവശ്യപ്പെടുവാൻ കഴിയുന്നത്? ആരുടെ മുന്നിലാണ്? മജിസ്ട്രേറ്റിൻ്റെ മുന്നിലാണ്. അപ്പോൾ അബ്കാരി നിയമത്തിലെ 51 വകുപ്പ് അനുസരിച്ച് സാക്ഷികളോട് ആരുടെ മുന്നിൽ ഹാജരാകാനാണ് അബ്കാരി ഓഫീസർക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നത്? മജിസ്ട്രേറ്റിൻ്റെ മുന്നിലാണ് ഹാജരാകാൻ അബ്കാരി ഓഫീസർ പറയേണ്ടത്. അടുത്ത ചോദ്യം, മദ്യം ഇറക്കുമതി ചെയ്യാൻ അനുമതി ലഭിക്കുന്നത് ഏതാണ്? സെക്ഷൻ 6. പിന്നെയും വന്നിട്ടുണ്ട്. ഏത്? സെക്ഷൻ 6 ആണ്. കയറ്റുമതി സെക്ഷൻ 7 ആണ്. അടുത്ത ചോദ്യം, അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം കൈവശം വയ്ക്കുന്നത് നിരോധിക്കുന്ന വകുപ്പ് സെക്ഷൻ 13 ആണ്. ഞാൻ അബ്കാരി എന്ന് പറയുന്നില്ല. അപ്പോൾ അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം കൈവശം വയ്ക്കുന്നത് നിരോധിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 13 ആണ്. അപ്പോൾ അനധികൃതമായ അളവിൽ കൂടുതൽ മദ്യം കൈവശം വയ്ക്കുന്നത് നിരോധിക്കുന്ന അബ്കാരി വകുപ്പ് ഏതാണ്? സെക്ഷൻ 13. അടുത്ത്, മദ്യ ഇറക്കുമതി ഏതാണ്? സെക്ഷൻ 6 ആണ്. പിന്നെയും വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഒരു അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഏത് വകുപ്പിൻ്റെ അധികാരം ഉപയോഗിച്ചാണ് രേഖകൾ ആവശ്യപ്പെടുന്നത്? സെക്ഷൻ 91 ആണ്. അപ്പോൾ ഒരു അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഏത് വകുപ്പിൻ്റെ അധികാരം ഉപയോഗിച്ചാണ് രേഖകൾ ആവശ്യപ്പെടുന്നത്? സെക്ഷൻ 91 അധികാരം ഉപയോഗിച്ചാണ് രേഖകൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒരു അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഏത് വകുപ്പിൻ്റെ അധികാരം ഉപയോഗിച്ചാണ് രേഖകൾ ആവശ്യപ്പെടുന്നത്? സെക്ഷൻ 91. അടുത്ത്,
അബ്കാരി വകുപ്പ് സെക്ഷൻ 30-31 പ്രകാരം സെർച്ച് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് എന്തായിരിക്കണം? എന്ത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് സെർച്ച് നടത്തുന്നത്? പ്രിവൻറ്റീവ് ഓഫീസറിൽ കുറയാത്ത റാങ്കുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം സെർച്ച് നടത്തേണ്ടത്. അപ്പോൾ അബ്കാരി 30-31 വകുപ്പുകൾ പ്രകാരം സെർച്ച് നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് എന്തായിരിക്കണം? പ്രിവൻറ്റീവ് ഓഫീസറിൽ കുറയാത്ത റാങ്കുള്ള ആളായിരിക്കണം ഈ ഒരു സെർച്ച് നടത്തേണ്ടത്. അടുത്ത ചോദ്യം, ഒരാളുടെ കൈവശത്തിലുള്ള വസ്തുവിൽ ലഹരി വസ്തുക്കൾ ലൈസൻസ് ഇല്ലാതെ സൂക്ഷിച്ചാൽ ആയത് അബ്കാരി ഓഫീസറെ അറിയിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 39 പ്രകാരമാണ്. അപ്പോൾ ഒരാളുടെ കൈവശത്തിലുള്ള വസ്തുവിൽ ലഹരി വസ്തുക്കൾ ലൈസൻസ് ഇല്ലാതെ സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം അബ്കാരി ഓഫീസറെ അറിയിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 39 പ്രകാരമാണ്. സെക്ഷൻ 39 പ്രകാരമാണ് ഇത് അറിയിക്കുന്നത്. അടുത്ത ചോദ്യം, അബ്കാരി നിയമത്തിലെ 7-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മദ്യത്തിൻ്റെ കയറ്റുമതി. നമ്മൾ 6 ഇറക്കുമതി, 7 കയറ്റുമതി. 6 ഇറക്ക്, 7 കയറ്റ്. അടുത്ത ചോദ്യം, അബ്കാരി കമ്മീഷണറുടെ അധികാരം പിൻവലിക്കാൻ ഗവൺമെൻറ്റിന് അധികാരം നൽകുന്ന വകുപ്പ്? സെക്ഷൻ 4C ആണ്. അപ്പോൾ അബ്കാരി കമ്മീഷണറുടെ അധികാരം പിൻവലിക്കുവാൻ ഗവൺമെൻറ്റിന് അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്ടാ? സെക്ഷൻ 4C ആണ്. അപ്പോൾ നമ്മുടെ അബ്കാരി കമ്മീഷണറുടെ അധികാരം പിൻവലിക്കുവാൻ ഗവൺമെൻറ്റിന് അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 4 ക്ലോസ് C ആണ്. അടുത്ത ചോദ്യം, അബ്കാരി നിയമപ്രകാരം കുറ്റകൃത്യവുമായി ബന്ധമുണ്ടെന്നും സംശയിക്കുന്ന ഒരാൾ പേര് വിവരങ്ങൾ നൽകാൻ തയ്യാറായില്ലെങ്കിൽ ഏത് വകുപ്പ് പ്രകാരമാണ്? ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാവും ഏതാണ്? സെക്ഷൻ 35 ആണ്. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു അബ്കാരി നിയമപ്രകാരം കുറ്റകൃത്യവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാൾ പേര് വിവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ സഹകരിക്കുന്നില്ല എങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അനുവാദം ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 35 പ്രകാരമാണ്. അടുത്ത ചോദ്യം, കള്ള് ചെത്തുന്നത് നിരോധിക്കുവാൻ ഗവൺമെൻറ്റിന് അധികാരം നൽകുന്ന വകുപ്പ്? സെക്ഷൻ 12 ആണ്. അപ്പോൾ കള്ള് ചെത്തുന്നത് നിരോധിക്കുവാൻ ഗവൺമെൻറ്റിന് അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 12 ആണ്. അപ്പോൾ കള്ള് ചെത്തുന്നത് നിരോധിക്കുവാൻ ഗവൺമെൻറ്റിന് അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 12 ആണ്. അടുത്ത്, റെക്ടിഫിക്കേഷന് നിർവചനം നൽകിയിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്? സെക്ഷൻ 3(20) ആണ്. ഇപ്പോൾ റെക്ടിഫിക്കേഷന് നിർവചനം നൽകിയിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്? സെക്ഷൻ 3 ക്ലോസ് 20 ആണ്. ഇപ്പോൾ റെക്ടിഫിക്കേഷന് നിർവചനം നൽകിയിരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ്? സെക്ഷൻ 3 ക്ലോസ് 20 ആണ്. 3 ക്ലോസ് 20. അടുത്ത്, എക്സൈസ് ഡ്യൂട്ടി പൊതുവായി പിരിക്കപ്പെടുന്നത് ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്? ഡ്യൂട്ടി ഫോളോസ് കൺസംഷനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി പൊതുവായി പിരിക്കപ്പെടുന്നത് ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്ട്? ഡ്യൂട്ടി ഫോളോസ് കൺസംഷനെ അടിസ്ഥാനമാക്കിയാണ് എക്സൈസ് ഡ്യൂട്ടി പൊതുവായി പിരിക്കപ്പെടുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, വിമുക്തി മിഷൻ്റെ ചെയർമാൻ ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ വിമുക്തി മിഷൻ്റെ ചെയർമാൻ ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രിയാണ്. വിമുക്തി മിഷൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ വിമുക്തി മിഷൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. മദ്യത്തിൻ്റെ കയറ്റുമതി നിർവചിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ അധ്യായം 3 ആണ്. നമ്മൾ മുമ്പും പറഞ്ഞതാണ് മദ്യത്തിൻ്റെ കയറ്റുമതി നിർവചിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ അധ്യായം ഏതാണ്ടാ? അധ്യായം 3 ആണ്. അടുത്ത്, അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പാണ് നിയമം അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ മദ്യം കൈവശം സൂക്ഷിക്കരുതെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത്? നേരത്തെ പറഞ്ഞു ഏതാണ്? സെക്ഷൻ 13 പ്രകാരമാണ് നമ്മുടെ നിയമം അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ മദ്യം കൈവശം വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത്. സെക്ഷൻ 13. അടുത്ത്, വെയർഹൗസുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അബ്കാരി വകുപ്പ്? സെക്ഷൻ 14 ആണ്. അപ്പോൾ വെയർഹൗസുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അബ്കാരി വകുപ്പ് ഏതാണ്? സെക്ഷൻ 14. അടുത്ത്, അബ്കാരി വകുപ്പിലെ 3(13) വകുപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു? വിശദീകരിക്കുന്നു. എന്താണ്? ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. 3(13) എന്താണ് പറയുന്നത്? നമ്മൾ മുമ്പ് പറഞ്ഞ എന്താണ്? ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം 3(13). അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം 3(13) ആണെങ്കിൽ വിദേശ നിർമ്മിത വിദേശ മദ്യം എന്താണ്? 3(13)(b) ആണ്. അപ്പോൾ അബ്കാരി നിയമത്തിലെ 3(13) ഇതൊരു തെറ്റുണ്ടല്ലോ. നമ്മുടെ അബ്കാരി നിയമത്തിലെ ഇത് തെറ്റാണെന്ന് പറയാൻ കാരണം അബ്കാരി നിയമത്തിലെ 3(13)
എ ആണെന്ന് പറയുന്നത് വിദേശ നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്നത്. 3.13 ബി ആണെന്ന് പറയുന്നത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്നത്. 3.13 ആണ് വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഈ ചോദ്യം തെറ്റാണ്. ഇതിലെ കുറച്ചും കൂടി തെറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് അത് മാറ്റിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാം. എന്താണ് നമ്മുടെ വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് 3 ക്ലോസ് 13 ആണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്നത് 3 ക്ലോസ് 13 ബി ആണ്. വിദേശം നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്നത് 3.13 എ ആണ്. ഒന്നുകൂടി പറയാം, വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് 3 ക്ലോസ് 13 ആണ്. അടുത്ത് നമ്മുടെ വിദേശ നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്നത് 3.13 എ ആണ്. അടുത്ത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? 3.13 ബി ആണ്. ഏതാണ്? 3.13 ബി ആണ്. അടുത്ത ചോദ്യം, അബ്കാരി റവന്യൂവിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 3(1) അപ്പോൾ അബ്കാരി റവന്യൂവിനെ കുറിച്ച് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3(1) അബ്കാരി റവന്യൂ 3(1). അബ്കാരി റവന്യൂവിനെ കുറിച്ച് പറയുന്ന നമ്മുടെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3(1). അടുത്ത്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് ഏത് വകുപ്പ് പ്രകാരമാണ് മദ്യവുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടിന് അനുമതി നൽകാൻ കഴിയുന്നത്? ഏതാണ്? എല്ലാവർക്കും അറിയാം, സെക്ഷൻ 11 പ്രകാരമാണ്. അപ്പോൾ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് ഏത് വകുപ്പ് പ്രകാരമാണ് മദ്യവുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടിന് അനുമതി നൽകാൻ കഴിയുന്നത്? സെക്ഷൻ 11 പ്രകാരമാണ്. അടുത്ത ചോദ്യം, പൊതുസ്ഥലത്തെ മദ്യപാനം നിരോധിക്കുന്ന വകുപ്പ്. എല്ലാവർക്കും അറിയാം, 15(c). പൊതുസ്ഥലത്തെ മദ്യപാനം നിരോധിക്കുന്ന വകുപ്പ് സെക്ഷൻ 15(c) ആണ്. അടുത്ത്, അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഉദ്യോഗസ്ഥർക്ക് വാറണ്ടില്ലാതെ വീടുകളിൽ പരിശോധന നടത്താൻ കഴിയുന്നത്? സെക്ഷൻ 31 ആണ്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഉദ്യോഗസ്ഥർക്ക് വാറണ്ടില്ലാതെ വീടുകളിൽ പരിശോധന നടത്താൻ കഴിയുന്നത്? സെക്ഷൻ 31 പ്രകാരമാണ്. അടുത്ത ചോദ്യം, എത്ര വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് അബ്കാരി ഓഫീസർക്ക് തന്നെ ജാമ്യം നൽകാൻ കഴിയുന്നത്? ഏത് വർഷം വരെയുള്ളതാണ്? 3 വർഷം വരെയുള്ളതാണ്. അപ്പോൾ 3 വർഷത്തിലോ അതിൽ കൂടുതലോ ആണെങ്കിൽ ആരുടെ അടുത്ത് പോകണം? മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകണം. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞാണ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത്. 3 വർഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ ആരുടെ അടുത്താണ് പോകേണ്ടത്? മജിസ്ട്രേറ്റിൻ്റെ അടുത്താണ് പോകേണ്ടത്. 3 വർഷത്തിൽ താഴെയാണെങ്കിൽ ആർക്ക് ജാമ്യം കൊടുക്കാം? അബ്കാരി ഓഫീസർക്ക് ജാമ്യം നൽകാൻ കഴിയും. അടുത്ത ചോദ്യം, അബ്കാരി നിയമത്തിലെ 31 വകുപ്പ് പ്രകാരമുള്ള നടപടികൾ ഒരു എക്സൈസ് ഓഫീസർക്ക് എവിടെയെല്ലാം നടപ്പിലാക്കാനാണ് അധികാരമുള്ളത്? എവിടെയെല്ലാമാണ്? കേരളം മുഴുവനായിട്ട് നടപ്പിലാക്കാം. ഇപ്പോൾ നമ്മുടെ അബ്കാരി നിയമം 31 വകുപ്പ് പ്രകാരമുള്ള നടപടികൾ ഒരു എക്സൈസ് ഓഫീസർക്ക് എവിടെയെല്ലാം നടപ്പിലാക്കാനുള്ള അധികാരമുണ്ട്? എവിടെയെല്ലാമായിരിക്കും? നമ്മുടെ കേരളം മുഴുവനായിട്ട് എന്ത് ചെയ്യാം? നടപ്പിലാക്കാനുള്ള അധികാരം എക്സൈസ് എക്സൈസ് ഓഫീസർക്ക് ഉണ്ട്. മനസ്സിലായല്ലോ? അടുത്ത്, ലഹരി വസ്തുക്കൾ നിയമവിധേയമല്ലാതെ കടത്തിക്കൊണ്ടുപോകുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 27(a) ആണ്. ഇപ്പോൾ ലഹരി വസ്തുക്കൾ നിയമവിധേയമല്ലാതെ കടത്തിക്കൊണ്ടു പോകുന്ന അവർക്കൊക്കെ സാമ്പത്തിക സഹായം നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 27(a) ആണ്. അപ്പോൾ ലഹരി വസ്തുക്കൾ നിയമവിധേയമല്ലാതെ കടത്തിക്കൊണ്ടു പോകുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ശിക്ഷയെ പറ്റി പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ട്? സെക്ഷൻ 27(a) ആണ്. അടുത്ത ചോദ്യം, ഒരു വ്യക്തിക്കും ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ വിതരണം ചെയ്യാനോ സംഭരിക്കാനോ കുപ്പിയിലാക്കി വിൽക്കാനോ പെർമിറ്റില്ലാതെ കടത്താനോ ഉള്ള അനുമതിയില്ല എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 8(1) ഒരു വ്യക്തിക്കും ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ വിതരണം ചെയ്യാനോ സംഭരിക്കാനോ കുപ്പിയിലാക്കി വിൽക്കാനോ പെർമിറ്റില്ലാതെ കടത്താനോ ഉള്ള അനുമതി ഇല്ല എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 8(1) ഒരു വ്യക്തിക്കും ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ വിതരണം ചെയ്യാനോ സംഭരിക്കാനോ കുപ്പിയിലാക്കി വിൽക്കാനോ പെർമിറ്റില്ലാതെ കടത്താനോ ഉള്ള അനുമതി ഇല്ല എന്ന് പരാമർശിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 8(1) അടുത്ത ചോദ്യം അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചോദ്യങ്ങൾ നമ്മുടെ അബ്കാരി നിയമത്തിൽ നമ്മൾ ഏതാണ് നമ്മുടെ
ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അബ്കാരി ആക്ടിലെ ഏകദേശം കംപ്ലീറ്റ് ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാമിന് മാക്സിമം ഉള്ള ചോദ്യങ്ങൾ, പ്രീവിയസ് ചോദ്യങ്ങളും അതേപോലെ തന്നെ ടാർഗറ്റായിട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്ത് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള പല സോഴ്സുകളിൽ നിന്നും കിട്ടിയ നമ്മുടെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ അബ്കാരി ആക്ടിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അബ്കാരി ആക്ടിൻ്റെ റിവിഷനും എല്ലാം കൂടി ഉള്ള ക്ലാസ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം.